ഒരു ലൈൻ ഓഫ് തോട്ട് സങ്കീർത്തനത്തിൽ ഒന്നല്ല, നിരവധി ലൈൻസ് ഓഫ് തോട്ട് അതിനകത്തുണ്ടാവും. അപ്പോൾ എനിക്കിത് മുഴുവനൊന്നും അറിഞ്ഞുകൂടാ, എങ്കിലും ഒരു സൂചന തരാണ് ഞാൻ. അപ്പം അത് കഴിഞ്ഞിട്ട് പാടുന്നതാണ്, പകൽ പകലിനോടവിരാമം സംസാരിക്കുന്നു, രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു, ഭാഷണമില്ല വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു, അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിഥിയോളമെത്തുന്നു. ഇവിടെ ഇതിനകത്ത് ഫിലോസഫി ഉണ്ട്, വലിയ തത്വങ്ങളുണ്ട്, വലിയ സങ്കല്പങ്ങളുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി മിസ്റ്റിക്കൽ ആയിട്ട് ആ കോൺടെംപ്ലേഷൻ്റെ വലിയ രഹസ്യങ്ങളുണ്ട്, ഒരു ഇൻറ്റിമസിയുണ്ട്. അതെല്ലാവരും ഒന്ന് കരം ഉയർത്തിയേ. ഉറക്കം വന്നുണ്ടോ? ഓക്കെ, ഒന്ന് കൈ വീശിയിട്ട് അടുത്ത ആളുടെ തോളിൽ ഒരു തട്ട് തട്ടിയേ. സന്തോഷത്തിൽ ഉദ്ദേശം മനസ്സിലായില്ലേ? ഓക്കെ, ശ്രദ്ധിക്കണം. ഈ ഭയങ്കര രസമാണ്. ഈ പ്രകൃതിയുടെ ഒരു ചെറിയ വികൃതി പോലെയാണത്. പകല് ഒരിക്കലും രാത്രിയോട് സംസാരിക്കില്ല. പകല് അടുത്ത പകലിന് വേണ്ടി കാത്തിരിക്കും. ഇത് ഇനി വേറെ ഒരുപാട് തത്വചിന്തകന്മാർ പലതും, അതിനകത്തേക്ക് നമ്മൾ പോണില്ല. ഇത് വലിയൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ താല്പര്യമുള്ളവർ ഇതിനെക്കുറിച്ചൊക്കെ റിസർച്ച് നടത്തുന്നത് വളരെ നല്ലൊരു സബ്ജക്റ്റാണ്. പലരും പറയാറുണ്ട്, ഉദാഹരണത്തിന് ഒരു കാലഘട്ടം, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സോക്രട്ടീസ്, ആ കാലഘട്ടത്തിലെ ആൾക്കാർ അതേ തത്വചിന്തകരോടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന മാതിരി തന്നെ ഒരു പ്രൊഫറ്റിക് കാലഘട്ടം, ഇപ്പോൾ ഏശയ്യ, ഹോസിയ, മിക്ക, ഇവരൊക്കെ ഒരു കാലഘട്ടമാണ്. അങ്ങനെയൊക്കെ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അത്രയും ഉയരത്തിൽ നമ്മളിപ്പോൾ പോകണ്ട നമ്മുടെ ഈ ധ്യാനത്തിൽ. എന്നിരുന്നാലും ഇത്രയും മനസ്സിലാക്കുക, പകൽ രാത്രിയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പകലിനോട് സംസാരിക്കാനും രാത്രി രാത്രിക്ക്. അപ്പോൾ എന്താണ് അതിൽ എല്ലാത്തിനും ഒരു കാത്തിരിപ്പിൻ്റെ ഒരു സൂചനയാണ്, അല്ലെങ്കിൽ ഒരു കാത്തിരിപ്പ്. രാത്രി കഴിഞ്ഞു, ഇനി ആ രാത്രി അടുത്ത രാത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എന്ന പോലെ തന്നെയാണ് പകൽ അടുത്ത പകലിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഈ പകലിനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ന പോലെ രാത്രിയോട് ഒരുപാട് കാര്യം പറയാനുണ്ട്. അപ്പോൾ ഇത് പ്രകൃതിയിൽ തന്നെയുള്ള ഒരു വലിയ കാര്യമാണിത്. അതിന് ഈ നാച്ചുറൽ തെറാപ്പിക്കാരൊക്കെ അതിൻ്റേതായിട്ടുള്ള തെറാപ്പികൾ എടുക്കും. പക്ഷെ നമ്മളിനി നമ്മുടെ ആത്മീയ രഹസ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രാത്രിയോട് സംസാരിക്കുന്നു എന്ന് പറയുന്നതാണ് ഈ കർമ്മലിറ്റ, അല്ലെങ്കിൽ പ്രധാനമായിട്ട് കാർമലൈറ്റ് സ്പിരിച്വാലിറ്റി ഒക്കെ അവിടെ നിന്നാണ് വരുന്നത്. അതിനാണ് യോഹന്നാൻ ക്രൂസ് പറയുന്നത് ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്ന്. അതായത് ശ്രദ്ധിക്കണം, ഒന്ന് കൈവച്ച്, ഇത് ഈ ധ്യാനത്തിൻ്റെ ഒരു വലിയ തീമാണിത്. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ അന്തരാത്മാവിൽ കയറി കതകടയ്ക്കുമ്പോൾ നമ്മളവിടെ യേശു ഉണ്ട്, എങ്കിലും യേശുവിനെ നമ്മൾ കാണില്ല. അപ്പോൾ സാധാരണ നമ്മൾ ഒരു പ്രാരംഭ ധ്യാനത്തിലൊക്കെ ആണെങ്കിൽ, ഒരു മെഡിറ്റേറ്റീവ് പ്രെയറിലാണെങ്കിൽ നമ്മൾ പറയും, നീ അങ്ങ് യേശുവിനെ ഒരു ചിത്രത്തിൽ കാണ്. ഉദാഹരണത്തിന് വളരെ ഇഷ്ടമുള്ളതാണ്, കരുണയുടെ കർത്താവിനെ അങ്ങ് കണ്ടു, നീ അങ്ങ് നോക്കിയിരുന്നു. അതൊരു പ്രിലിമിനറി പ്രെയർ മെത്തേഡാണത്. അതിനെ നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയാം. ഉദാഹരണത്തിന് കൊന്ത ഇതിലെ ഓരോ രഹസ്യങ്ങൾ
അത് രക്ഷാകര ചരിത്രത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കാം, ആ ചിത്രം മനസ്സിൽ കാണാം. അതൊരു പ്രയർ. കുരിശിൻ്റെ വഴി ചിന്തിക്കാം, സംഭവങ്ങൾ മനസ്സിൽ കാണാം. ദാറ്റ് ഈസ് മെഡിറ്റേഷൻ. എന്നാൽ കോൺടെംപ്ലേഷനിലേക്ക് വരുമ്പോൾ ഒന്നും കാണില്ല. എന്തുകൊണ്ടാണ്? മണവാളൻ മണിയറയിൽ മണവാട്ടിയെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അതാണ് ഈശോ പറഞ്ഞത്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടയ്ക്കുക. കതകടച്ചാൽ പിന്നെ എന്താ? രാത്രിയായി, ഇരുട്ട്. ആ ഇരുട്ടിൽ ഒന്നും കാണില്ലാത്ത അവസ്ഥയാണ് ദൈവ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും ശക്തമായ വിശ്വാസം. വിശ്വാസമാണ്. ആരവിടെയുണ്ട്? ഈശോ അവിടെയുണ്ട്. പക്ഷെ കാണാൻ പാടില്ല. എന്തുകൊണ്ട് കാണാൻ പാടില്ല? ഈശോ ആത്മാവാണ്, ഈശോ അരൂപിയാണ്, ഈശോ ഒരു ചിത്രമല്ല. ചിത്രം ആയിരുന്നു, പക്ഷെ ആ ചിത്രമായിട്ടാണോ ഈശോ നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്? നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ റിയലി ജീസസ് ആസ് എ പേഴ്സൺ ഈസ് ഇൻ us. ഒരു വ്യക്തിയായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ആ വ്യക്തി ആത്മാവാണ്, അരൂപിയാണ്. അപ്പം ആ അരൂപിയായിട്ടുള്ള ആ യേശുവിനെ, ആ പരിശുദ്ധാത്മാവിനെ, ആ പിതാവിനെ, ആ ത്രിത്വത്തെ നമ്മൾ ഒരു രാത്രിയായിട്ടാണ് കാണുന്നത്. ഒരു കനത്ത ഇരുട്ട്. അത് അന്ധകാരത്തിൻ്റെ ഇരുട്ടല്ല, പൈശാചികതയുടെ ഇരുട്ടല്ല, മറിച്ച് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യമാണ് വിശ്വാസം. ആ രാത്രി നമ്മുടെ ആത്മാവിൻ്റെ രാത്രി. അതായത് നമ്മുടെ ആത്മാവിലേക്ക് ജ്ഞാനം പകരണം. ആ നമ്മുടെ ആത്മാവിലേക്ക് ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ ആ കനത്ത ഇരുട്ടിൻ്റെ അവസ്ഥയിൽ നമ്മുടെ ആത്മാവിലേക്ക് എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ് എന്ന ഒരു 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 അതില്ലേ, നമ്മുടെ മണവാളനുള്ളതെല്ലാം മണവാളനുള്ളതെല്ലാം മണവാട്ടിക്കുള്ളതല്ലേ എന്നങ്ങ് വിശ്വസിക്കണോ? അപ്പോൾ അവിടെ പ്രാർത്ഥനയില്ല. അതാണ് ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. കണ്ടോ? മണവാളനും മണവാട്ടിയും ആലിംഗനബദ്ധരാവുകയും സ്നേഹത്തിൻ്റെ, പ്രേമത്തിൻ്റെ വലിയ ഹൈറ്റിലേക്ക് ചെന്ന് അവർ ഒന്നാകുകയും ചെയ്യുന്നൊരവസ്ഥ. അവിടെ ഒന്നും പറയാനില്ല, ഒന്നും മിണ്ടാനില്ല, സ്നേഹം മാത്രം ലയനമായി മാറിയിരിക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. അതെങ്ങനെയാണ്? അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ആ ഇരുണ്ട രാത്രിയിൽ ദൈവാത്മാവാകുന്ന ആ രാത്രി എന്ന് പറഞ്ഞാൽ അദൃശ്യമായ ദൈവാരൂപി നമ്മുടെ ആത്മാവിലേക്ക് ജ്ഞാനം പകരുന്നു. ആ ജ്ഞാനം നമ്മുടെ ആത്മാവിൽ ലയിച്ചാൽ നമ്മുടെ ആത്മാവ് ഈ ശരീരത്തിലൂടെ ഈ ഭൂമിയുമായിട്ടൊരു സാഹോദര്യ ബന്ധത്തിലാണ്. സാഹോദര്യം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ആരാണ്? ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ മൂൺ എന്ന് ഫ്രാൻസിസ് അസിസി പാടിയതുകൊണ്ടാണ്. അതാണ് ലൗദാത്തെ സി. ഈ നമ്മളെ വാസ്തവത്തിൽ ഈ മണ്ണാങ്കട്ടെന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം മണ്ടനായിട്ടാണോ? ദൈവത്തിൻ്റെ വലിയ ജ്ഞാനമായിരുന്നു മനുഷ്യനെ ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചാൽ അവൻ ഈ മണ്ണിനെ രൂപാന്തരപ്പെടുത്തും. ഈ പ്രപഞ്ചത്തെ മുഴുവനും രൂപാന്തരപ്പെടുത്താൻ അവൻ്റെ ആത്മാവിലേക്ക് ഞാൻ എന്ത് കൊടുക്കുന്നുവോ അതെവിടേക്ക് ചെല്ലും? ഈ മണ്ണിലേക്കും ഈ ലോകം മുഴുവനിലേക്കും ചെല്ലും.
അതുകൊണ്ടാണ് ഈ മനുഷ്യനെ മണ്ണിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യൂലായിരുന്നു. മനസ്സിലായോ? ഭയങ്കരം. പ്രാരംഭത്തിൽ തന്നെ വലിയ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഞാൻ. പിന്നീട് പറയേണ്ടതാണ് ഇതൊക്കെ. മനസ്സിലായെങ്കിൽ മനസ്സിലായി. അതുകൊണ്ട് ഇത് നമ്മുടെ ഉള്ളിൽ ഒരു സാധനം, നമ്മുടെ അന്തരാത്മാവിലേക്ക് ദൈവം ഇത് പകർന്നാൽ വാസ്തവത്തിൽ അത് നമുക്ക് മാത്രമുള്ളതല്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു, അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. കണ്ടോ? അപ്പോൾ മദർ തെരേസ ഉള്ളിൻ്റെ ഉള്ളിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫീബിൾ വോയിസാണ് കേട്ടത്. ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. വലിയ ശബ്ദമൊന്നുമല്ല, പക്ഷെ അത് ആ ഒരു കോൺസെപ്റ്റ് അങ്ങ് ലയിച്ചിട്ട് പിന്നെ മദർ പറയാറുള്ളത്, ഇത് ഞാൻ പ്രാർത്ഥിക്കുകയല്ല, ഞാനങ്ങ് ആ ദൈവമായിട്ടങ്ങ് ലയിക്കുകയാണ്. അങ്ങനെ ലയിച്ചു കഴിയുമ്പോൾ ആ ദൈവത്തിൽ നിന്നുള്ളതെല്ലാം, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. അപ്പൊ ദൈവം തന്നെ നമ്മുടെ ആത്മാവിലേക്ക് ലയിച്ചിട്ട് ഈ ദൈവത്തിൻ്റെ ഒറിജിനൽ ശബ്ദം, അതായത് ആദിയിലുണ്ടായ ആ ശബ്ദം, ആ യേശു തന്നെയായ ശബ്ദം നമ്മുടെ ആത്മാവിലൂടെ ലോകത്തിൻ്റെ നമ്മൾ വിചാരിക്കുന്നത് എല്ലാ മനുഷ്യരിലേക്കും ഇത് ഒരു പടരാനുള്ള ഒരു നെറ്റ്വർക്ക് ഓൾറെഡി ഉണ്ട്. എല്ലാ ജാതി മതസ്ഥരിലും ഈ ത്രിത്വൈക ദൈവം വസിക്കുന്നു. പക്ഷെ അവർക്ക് അറിയില്ല. നമ്മൾക്കത് അറിഞ്ഞതിന് ശേഷം അത് വിശ്വസിച്ചുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ എവാൻച്വലി ഇത് മുഴുവനായിട്ടില്ല, ഇപ്പോൾ ഇത് മുഴുവനായിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ ജാതി മതസ്ഥരും യേശുവൽക്കരിക്കപ്പെടും. യേശുവിനെ അറിയുകയും യേശുവിൻ്റെ അനുഭവത്തിൽ വരും. ക്യാൻ യു ബിലീവ് ദാറ്റ്? ഈ മുസ്ലിംകളും ISSകാരും RSSകാരും BJPക്കാരും ഇവരെല്ലാവരും എന്തുകൊണ്ടാണ് പാപത്തിൽ വന്നത്? എന്തുകൊണ്ടാണ് വന്നത്? ആദം പാപം ചെയ്തുകൊണ്ടാണ്. ഇതൊന്നും ഇവരുടെ കുറ്റമൊന്നുമല്ല. ഇതിൻ്റെ എല്ലാം കാരണം നമ്മുടെ ആദം അപ്പാപ്പനാണ്. അപ്പോൾ ഈ ആദം അപ്പാപ്പൻ ചെയ്ത പാപത്തിനാണോ കർത്താവ് ഈശോ മിശിഹ പരിഹാരം ചെയ്തത്? ചെയ്തോ? ആദം എന്ന ഒരു വ്യക്തിയിലൂടെ വന്ന പാപം കൊണ്ടാണ് ലോകം മുഴുവനിലും പാപം നിറഞ്ഞതെങ്കിൽ, യേശു എന്ന ഒരു വ്യക്തിയിലൂടെ വന്ന നീതിപൂർവമായ ബലിയിലൂടെ, അതാണ് ഇന്ന് നമ്മൾ അർപ്പിച്ച ബലി, ഈ ബലിയിലൂടെ ഒഴുകുന്ന കൃപ, ആദം ചെയ്ത പാപം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം കൃപ ചെന്നെത്തി. അതാണ് ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെല്ലാം വ്യാപിക്കുന്നു, അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. അതാണ് ലോകാവസാനം. എല്ലാവരും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടും, അതിനുശേഷം അന്ത്യഭാഗതമാകും. അപ്പം അത്രയും ഇതിനകത്ത് മനസ്സിലാക്കണം. അപ്പം അതങ്ങനെ നമ്മുടെ ആത്മാവിൽ വന്നു മറ്റുള്ളവരേക്ക് പടന്ന് എല്ലാവരിലേക്കും അത് പ്രസരിക്കും. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു കേട്ടോ? അടുത്തത്, മണവറയിൽ നിന്ന് മണവാളൻ എന്ന പോലെ, മണവറയിൽ നിന്ന് മണവാളൻ എന്ന പോലെ സൂര്യനതിൽ നിന്നും പുറത്തു വരുന്നു,
മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടമാരംഭിക്കുന്നു. ആകാശത്തിൻ്റെ ഒരറ്റത്ത് അവനുദിക്കുന്നു, മറ്റേ അറ്റത്ത് അവന്റെ അയനം പൂർത്തിയാകുന്നു. അവന്റെ ചൂടിൽ നിന്നൊളിക്കാനൊന്നിനും കഴിയുകയില്ല. ഇത് യുഗാന്ത്യത്തെക്കുറിച്ചും അതിനുശേഷം ഉണ്ടാകാനിരിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയെക്കുറിച്ചാണ്. പെട്ടെന്ന് പറഞ്ഞോട്ടെ, കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും യേശുവിനെ അറിഞ്ഞവരായി എന്ന് വിചാരിക്കല്ലാവും. പക്ഷെ അതിന് എന്ത് ചെയ്യണം? അതിന് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കണം, നമ്മൾ സുവിശേഷം അറിയണം, നമ്മൾ ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ നീതി മനസ്സിലാക്കി നമ്മുടെ ആത്മാവിൽ ഇത് ആ ലയനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന് അനേകം ആത്മാക്കളിലേക്ക് ഒഴുകി എല്ലാ ജാതി മതസ്ഥരും യേശുവിൽ ആയിരിക്കുന്ന ഒരു ദിനം വരുമെന്ന് വിശ്വസിക്കുന്നുവോ? എത്ര പേര് വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ആ ദിനം ഇപ്പം നിർത്താം കേട്ടോ. എവിടെയാ? എല്ലാവരും അതാണ്. അങ്ങനെ ലോകത്തിൻ്റെ അതിർത്തി വരെ വരും കേട്ടോ. അപ്പോൾ അവിടെയാണ്. അപ്പോൾ അവിടെ കർത്താവ് സന്തോഷമായോ? അതാണ് വിക്ടറി. അതോടെ ഈശോ എന്തിനു വേണ്ടി വന്നോ ആ കാര്യം. അപ്പോഴാണ് ഈ മണവാട്ടി എന്ന ഇത് നമ്മൾ ഓരോരുത്തരും മാത്രമല്ല എല്ലാ ജാതി മതസ്ഥരുമാകുന്ന ദൈവജനം മുഴുവനും മണവാട്ടിയായി മാറുമ്പോൾ മണവാളൻ്റെ ഒരു സന്തോഷം, മണവാളൻ്റെ ഒരു അഭിമാനം. മണവാളൻ മീശയൊക്കെ മിനുക്കി എന്താ പറയുന്നത്, മണിയറയിൽ നിന്ന് മണവാളൻ അങ്ങ് പുറത്തു വരുന്നു. മണിയറയിൽ നിന്ന് മണവാളൻ പുറത്തു വരുന്നത് എന്തിനാ? ഈ മണവാട്ടിയുമായിട്ടുള്ള പ്രേമത്തിൻ്റെ മുഴുവൻ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണ് മണവാളൻ മണിയറയിൽ നിന്ന് പുറത്തു വരുന്നത്. ഏതുപോലെ സൂര്യൻ ഇതിൽ നിന്നും പുറത്തു വരുന്നു, മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ. കേട്ടോ, ഇനിയാണ് മനസ്സിലാക്കേണ്ടത്. ഈ യുഗാന്ത്യത്തിൽ രാജാവ് വീണ്ടും വരുമ്പോൾ, മണവാളൻ വീണ്ടും വരുമ്പോൾ നമ്മൾ എല്ലാവരും ഭയന്ന് വിറച്ചിരിക്കുകയാണ്. വരുമ്പോൾ നമ്മളെയൊക്കെ വിധിക്കാൻ വരുമെന്ന്. നമ്മളെ വിധിക്കാൻ വേണ്ടി അല്ല വരുന്നത്, നമ്മളെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് വരുന്നത്. അത് പിന്നീട് നമുക്ക് പറയാം. ഇവിടെ അന്നുണ്ടാകാൻ പോകുന്നൊരവസ്ഥ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ സൂര്യനിരുളും ചന്ദ്രനിരുളും നക്ഷത്രങ്ങൾ നിബന്ധിക്കുമെന്നെല്ലാം. ഇപ്പം നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിൽ വൈകുന്നേരം ആകുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓണാവും ഇല്ലേ? നാളെ രാവിലെ അത് ഓഫാക്കാൻ ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് സ്വിച്ച് ഉണ്ടാവും. 6 മണിയാകുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഓഫാകണം, അല്ലെങ്കിൽ 7 മണിക്ക്. പക്ഷേ അന്നത് ഓഫായില്ലെന്ന് വിചാരിച്ചു. 7 മണിക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഓഫാക്കിയില്ല. 7 മണി 8 മണി ആയപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. സൂര്യൻ്റെ നല്ല പ്രഭയിൽ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം ആരെങ്കിലും കാണുമോ? അതാണ് സ്ട്രീറ്റ് ലൈറ്റ് പിന്നെ കാണില്ല, എന്നാൽ സ്ട്രീറ്റ് ലൈറ്റ് കത്തി നിൽക്കുകയാണ്. എന്ന പോലെ ഈ യേശുവിൻ്റെ 2ാം വരവിൽ യേശു മഹത്വത്തോടെ സൂര്യനേക്കാൾ 10 മടങ്ങ് ശോഭയോടെ വരുമ്പോൾ സൂര്യൻ ഇരുണ്ട പോലെയാവും. സൂര്യൻ്റെ പ്രകാശത്തെ ആരും പിന്നെ ചന്ദ്രൻ്റെ നക്ഷത്രത്തെക്കുറിച്ച് പറയണ്ട. അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് സൂര്യൻ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നോ? അതാണ് അപ്പക്കാലിപ്റ്റിക് ലാംഗ്വേജ്, കവിതാത്മകത എന്നൊക്കെ പറയണതിൻ്റെ അർത്ഥം അതാണ്. സൂര്യൻ ഇരുണ്ട് ആകെ നമ്മളെ നശിപ്പിക്കുന്നല്ല അതിൻ്റെ അർത്ഥം. സൂര്യനേക്കാൾ വലിയ പ്രഭാവത്തോടെ മണവാളൻ വരുമ്പോൾ ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും, പക്ഷെ എന്തുകൊണ്ടാണ് അപ്പോൾ സൂര്യൻ്റെ
ഒരു പ്രതീകം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഈ സങ്കീർത്തനത്തിലാണ് എനിക്ക് മനസ്സിലായത്. സൂര്യനതിൽ നിന്ന് പുറത്തു വരുന്നു, മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓടാരംഭിക്കുന്നു. ആകാശത്തിൻ്റെ ഒരറ്റത്ത് അവനുദിക്കുന്നു, മറ്റേ അറ്റത്ത് അവന്റെ അയനം പൂർത്തിയാകുന്നു. അവന്റെ ചൂടിൽ നിന്നൊളിക്കാനും കഴിയുകയില്ല. ഇതെളുപ്പം മനസ്സിലാകുമ്പോൾ ഇപ്പം നമ്മൾക്ക് എപ്പോഴും ഒരു ചിന്തയോ, കർത്താവ് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ പറ്റുമോ? മരിച്ചവർ ഉയർത്തും. ഇന്ന് ജീവിച്ചിരിക്കുന്നവർ കണ്ണ് ചിമ്മുന്ന നേരം കൊണ്ട് രൂപാന്തരപ്പെട്ട് അവനെ ദർശിക്കും. ഏതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് ജീവിക്കണം, നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആണ്ടോ, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും സൂര്യനെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? എന്ന പോലെ തന്നെ സൂര്യനേക്കാൾ ശോഭയോടെ അന്ന് കർത്താവ് വരുമ്പോൾ എല്ലാ മിഴികളും അവനെ ദർശിക്കും. അവൻ്റെ ചൂടിൽ നിന്ന് ആർക്കും അകലാൻ പറ്റുകയില്ല എന്നുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കണം. എല്ലാവർക്കും അവൻ്റെ ആ മഹത്വം കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ രക്ഷാകര പദ്ധതിയുടെ ആ പുതിയ ഓർസ്ലേം, ആ രക്ഷാകര പദ്ധതിയിലുണ്ടാകാൻ പോകുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി വരെയുള്ള കാര്യങ്ങൾ മുഴുവനും ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭാഷണമില്ല. ഒന്ന് കണ്ണടച്ച് ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ കർത്താവ് വസിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. ആമേൻ. ഇപ്പോൾ സങ്കീർത്തനങ്ങളോട് ഒരു പ്രേമം വന്നോ? അപ്പോൾ ഇനി നമ്മൾ ഓരോരോ സങ്കീർത്തനങ്ങൾ പോകാം. ഇത്രയും വിശദമായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശദമായിട്ട് മനസ്സിലാകും. നമ്മൾക്ക് ഇപ്പോൾ ഉടനെ ചായ കുടിക്കാനുള്ള സമയമാണ്. സമയം ഇച്ചിരി കൂടിപ്പോയി. ഞാൻ 4 മണിക്ക് നിർത്തണമെന്ന് വിചാരിച്ചതാണ്.